ഓക്കെ ഓക്കെ. ആ ചെക്കൻ്റെ നഖം പുലിനഖം പോലെ ഇരിക്കുന്നത്. വെട്ടി കളയത്തുമില്ല, എങ്ങോട്ടൊക്കെ നീർന്നെനിക്ക്. ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തരട്ടെ? கொடுமா. இந்தாங்க. ஆஹா, இந்தா. இவங்க பிரெக்னெண்டா? 5வது மாசம். இந்த வட்டம் கண்டிப்பா பொண்ணுதான் பிறக்கும். பேரு നയൻതാര. ചെക്കന്മാരുടെ പേരൊക്കെ വിജയെന്നോ അജിത്ന്നൊക്കെയാ. നിങ്ങളെ പോലെ തന്നെയാ, ഫുൾ ടൈം അല്ലേ? ബിബീഷ് എത്രയിൽ പഠിക്കുമ്പോഴാണ് അനിയനുണ്ടായി? +1. അത് കോമഡി ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കൂലേ? അമ്മ എൻ്റെ ക്ലാസ് ടീച്ചർ കൂടെ അപ്പോൾ ഫുൾ ക്ലാസ് കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് കത്തിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസം. എന്നോട് ഭയങ്കര നൈസ്. ഹായ്, ചിക്കനാ ഇന്നെന്താ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്യണില്ലേ? എടാ, അമ്മ പ്രഗ്നന്റ് ആടാ. അതാണ് ആ മുതൽ. Prove that the function f of x equal to അയ്യടാ, ചേട്ടന്റെ അതേ ചായ അനിയനെ. ഇതിനെ കാണാൻ ജാക്കി ചാനെ പോലെ ഉണ്ട്. ഓ പിന്നെ ജാക്കി ചാന് ബിബീഷിനെക്കാളും ക്യൂട്ടാവൻ. അതാ തടിയുടെ. പക്ഷെ അവനൊരു ലക്കി ജാമായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് LICയിൽ പ്രൊമോഷൻ കിട്ടി. അമ്മയ്ക്കൊരു നടുവേന ഉണ്ടായിരുന്നു. അത് ആഫ്റ്റർ പ്രസവം മാറി. പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തു. +2-ലെത്തി. നൈസ്. +2 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ബസ് വന്ന് ബൈക്കിലിടിച്ചു. അച്ഛൻ ഹെൽമെറ്റ് വെക്കാറില്ലായിരുന്നു. എൻ്റെ മോഡൽ എക്സാം ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഒന്നിവിടെ വരൂ. അച്ഛന് കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു +2കാരൻ്റെ ബുദ്ധി വെച്ച് എനിക്ക് മനസ്സിലായി. അച്ഛൻ മരിച്ചു. എൻ്റെ സ്കൂൾ ബാഗിൽ എപ്പോഴും വീടിനൊരു എക്സ്ട്രാ കീ ഉണ്ടാവായിരുന്നു. കറക്റ്റ് അന്നത്തെ ദിവസം അത് കാണാനില്ല. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് എന്നെ അപ്പുറത്ത് വീട്ടിക്കൊണ്ടിരുത്തി. അവിടുത്തെ എൻ്റെ ഒരു വൃത്തിയായിട്ട് സ്ക്വാഷ് കുടിക്കാൻ തന്നു. ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓക്കാനും വരും. അതിനകത്ത് അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചെന്താ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ ബോഡിയാണ്. അച്ഛനും അമ്മ അവന് പോളി കൊടുക്കാൻ പോയത്. അപ്പോഴാണ് ബസ് വന്നിരിക്കുന്നത്. ഈ ഭ്രാന്തി വരുന്ന എക്സാക്ട് മൊമെന്റ് എനിക്കറിയാം. ആദ്യം ഒരു തണുപ്പ് വരും, ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചോണ്ട് ഇരിക്കാൻ തോന്നും. അന്ന് എന്തൊക്കെയാ പറഞ്ഞ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബൈക്ക് എടുക്കല്ലേ? അമ്മ അതിലെന്തിനാ കയറി പോകുന്നത്? നമുക്ക് ഓട്ടോ പിടിക്കാം. അപ്പോഴേക്കും ഒരു താടി വെച്ച ചേട്ടൻ വന്നു, അവനെ കൊണ്ട്. കയ്യിലൊക്കെ എന്തോ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. പക്ഷെ കരഞ്ഞ സന്തോഷം കൊണ്ടാണ്. ഒരാളെങ്കിലും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാൻ അവനെ അടുത്ത് അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പോയി കിടന്നു. അവസാനമായി ഞങ്ങൾ 4 പേര് ഒന്നിച്ചിറങ്ങിയത് അന്നാണ്. ഇപ്പോൾ ലൈഫിൽ എന്ത് ടെൻഷൻ വന്നാലും അവൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന ഞാനപ്പോൾ ഉറങ്ങും. അവനാ എൻ്റെ സ്ലീപ്പിംഗ് പിൽ.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 കാര്യങ്ങളെ ഭംഗിയായി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് നല്ല സോൾജറായിരുന്നു എന്നതാണ്. ഈ മെഡലൊക്കെ അങ്ങനെ കിട്ടിയതാ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. യാത്രകൾ നമ്മളെ സ്വാധീനിക്കും. മറ്റൊരു ഭാഷ സംസാരിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പുതിയ മനുഷ്യർ, അവരുടെ പശ്ചാത്തലം, പുതിയ ഭക്ഷണം, ഇതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹിമാലയം, അതൊരനുഭവമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇനി മഞ്ഞ് പെയ്തു തുടങ്ങും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ്, അല്ലേ? മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല. പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഇതിനെപ്പറ്റി എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകർന്നു നൽകുന്നത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും. ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാൻ വേണ്ടിയോ യാത്രകൾ ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയോട്. അവരാണെങ്കിൽ മിണ്ടാൻ വയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ഒരാൾ. അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ പോയി. അമ്മ എന്നോട് സംസാരിച്ചിരുന്നത് ഭക്ഷണത്തിലൂടെയായിരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ ഞാൻ നേരെ ഓടിക്കയറുന്നത് അടുക്കളപ്പുറത്തേക്കാണ്. വിശന്നിട്ട് അവിടെ ഒരു പാത്രം അടച്ചു വെച്ചിട്ടുണ്ടാവും. അതിലുണ്ടാവുന്ന പലഹാരമാണ് അന്നത്തെ അമ്മയുടെ മൂഡ്. എരിവുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലാവും, മധുരമാണെങ്കിൽ ഭയങ്കര സ്നേഹവും, ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് പിണക്കവും. ചിലപ്പോൾ തുറന്നു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അന്നമ്മ മൊത്തം കരച്ചിലായിരിക്കും. അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ 1-2 വർഷം കഴിഞ്ഞ് ലൈഫിലെ ഏറ്റവും വലിയ സദ്യ കണ്ടപ്പോൾ ഞാൻ അമ്മയെ ഓർത്തു. ബെൽജിയത്ത് വെച്ച് ഒരു ഒഫീഷ്യൽ ഡിന്നർ. ലോകത്തുള്ള എല്ലാത്തരം വിഭവങ്ങളും അവിടെ മേശപ്പുറത്തുണ്ട്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അമ്മേനെ ഓർത്തിട്ട്. നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റീൽ പാത്രം മൂടി അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം അമ്മ ഉണ്ടാക്കും പോലെ ഞാനത് കഴിച്ചു. അത് മാത്രമേ കഴിച്ചുള്ളൂ. നല്ല മധുരമായിരുന്നു. അന്ന് എനിക്ക് തോന്നി ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോകായിരുന്നു. Travel a lot, but once in a while, travel back to your roots. ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല. ഈ ഹിമാലയൻ ട്രിപ്പ് റൈഡേഴ്സിന് എൻ്റെ എല്ലാ ആശംസകളും. ഹാവ് എ സേഫ് ആൻഡ് റിയൽ ഫൺ റൈഡ്. ഒരു കാര്യം കൂടി, എന്നെ ഈ പരിപാടിക്ക് വിളിച്ചത് എവറസ്റ്റ് കയറിയ ആളായതുകൊണ്ടാണ്. പക്ഷേ ഈ എവറസ്റ്റ് കയറുന്നതിനേക്കാൾ ഗട്ട്സ് വേണ്ടുന്ന ചില കാര്യങ്ങൾ റിയൽ ലൈഫിലുണ്ടെന്ന് ഇപ്പം എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള പ്രയാസം എവറസ്റ്റ് കയറാനില്ല. താങ്ക്സ് അഗൈൻ. കലക്കി മേജറെ കലക്കി. അതെ, ഇനി ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങോട്ടേക്ക് വരണ്ട. ആ ബുക്ക് ദൂരോട്ട് കളഞ്ഞേക്കാം. പിള്ളേരെ പൊട്ടിക്കണോ? ഹായ്, ലുക്കിംഗ് പ്രിറ്റി. താങ്ക്സ്. അമ്മയ്ക്ക് അറിയില്ലല്ലോ നമ്മുടെ ഡേറ്റിന്റെ കാര്യം. അപ്പൊ എന്താ പറഞ്ഞേ? പല്ല് ക്ലീൻ ചെയ്യാൻ പോന്ന് പറഞ്ഞു. നൈസ്. വീട്ടുകാരോട് നിങ്ങൾ നുണ പറഞ്ഞാലേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നേരെ മായജ. യെസ്.
ഹെൽമെറ്റ് എടുത്തില്ലേ? അത് ഞാൻ ആലോചിച്ചു, പക്ഷെ മുടി വൃത്തിയിടാം. കേരള വൺ സെക്കൻഡ്. നമുക്ക് ഓട്ടോയിൽ പോവാം. ബിബീഷ് ബോറാക്കല്ലേ, വണ്ടി എടുക്ക്. ബൈക്ക് ടൈർ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഹെൽമെറ്റ് എടുക്കാൻ. ഇതിൽ നോ ചർച്ച. എടോ, ഇതെൻ്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ഡേറ്റാ. ഞാൻ വിഷ്വലൈസ് ചെയ്തതേ തന്നോട് ചേർന്നിരുന്ന് എൻ്റെ മുടിയൊക്കെ കഴിച്ച് കാറ്റിലിങ്ങനെ പറത്തി പോണതാ. അതിന് തനിക്കും ഹെൽമെറ്റില്ല. ബിബീഷ് പിയുടെ ഈ ഹെയർ സ്റ്റൈലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് രസം. ഹെൽമെറ്റ് മസ്റ്റാണ്. ഒട്ടും കിട്ടുന്നില്ല. കുന്തം. ചിലപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചൊന്നും വരും. എന്നാ പോവാം. കെട്ടിപ്പിടിച്ചു. ഈ സീറ്റ് എൻ്റെ, വേറെ മാറിയിരുന്നു. സീറ്റ് ഞാൻ പിടിച്ചിട്ടതാ. ആദ്യമായിട്ടല്ലേ ജുബ? ആദ്യമായിട്ട് ജുബ അന്ന് നവരാത്രി കൊലുവിന് ഇട്ടിരുന്നു. ശ്രദ്ധിച്ചില്ല. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കുഴപ്പമില്ല, പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ടീച്ചർക്ക് സിനിമാ നടി ശോഭനയുടെ നല്ല ചായ ഉണ്ട്.